കയർ ബോർഡ് ജീവനക്കാരിയായ ജോളി മധു ആശുപത്രിയിൽ പ്രവേശിക്കും മുൻപ് എഴുതിയ കത്ത് പുറത്ത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും കത്തിലുണ്ട്. ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും ജോളി എഴുതിയ കത്തിൽ പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയായതെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. നിതിൻ, മരിക്കുന്നതിന് മുൻപ് ജോളി എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, അതായത് ഈ കയർ ബോർഡ് ജീവനക്കാരി ജോളിയുടെ മരണത്തിൽ വലിയ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ തലച്ചോറിൽ രക്തസ്രാവം വന്നാണ് ജോളി മരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെ ചൊല്ലി വലിയ തോതിലുള്ള സമരങ്ങളും പ്രതിഷേധ പരിപാടികളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് കയർ ബോർഡ് ജീവനക്കാരെ അടക്കം ഉപരോധിക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് ഈ ജോളി മധു എഴുതിയ കത്താണ്. അതായത് ഈ കത്ത് എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ രക്തസ്രാവം വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തൊഴിലിടത്തിൽ വലിയ തോതിലുള്ള മാനസിക പീഡനം ഉണ്ടായി എന്നാണ് ഈ കത്തിൽ ജോളി എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണ് ഈ നടക്കുന്നതെന്നും വലിയ തോതിലുള്ള മാനസിക പീഡനം തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും പറയുന്നുണ്ട്. ചെയർമാനോട് സംസാരിക്കാൻ പോലും തനിക്ക് ഭയമാണെന്നും ഈ കത്തിലുണ്ട്. ഈ കത്ത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ രക്തസ്രാവം വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ഈ ജോളിയുടെ സംസ്കാരം ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലടക്കം പൊതുദർശനമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള പീഡനം ജോളി ഏറ്റിരുന്നു എന്നാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. അതായത് നേരത്തെ ക്യാൻസർ രോഗബാധിതയായിരുന്നു ജോളി. 28 വർഷമായി കയർ ബോർഡ് ജീവനക്കാരിയാണ്. അപ്പോൾ ഈ അഴിമതി, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അഴിമതി, കൊച്ചി യൂണിറ്റിൽ നടക്കുന്ന അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇത്തരത്തിൽ സ്ഥലമാറ്റമടക്കമുള്ള ഹൈദരാബാദിലേക്ക് സ്ഥലമാറ്റം നൽകി അല്ലെങ്കിൽ ശമ്പളം തടഞ്ഞു വെച്ചു, വലിയ തോതിലുള്ള പീഡനം, തൊഴിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ ആരോപിച്ചാണ് ബന്ധുക്കൾ ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. നേരത്തെ ജോളി തന്നെ ഇത് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ കത്തെഴുതി വെച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൽ കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. DGPക്കും കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കത്ത് പുറത്തു വരുന്നത്. ദിവ്യ, എന്തായാലും വലിയ വിവാദമായിരിക്കുകയാണ് കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണം. ഇതിനോടകം തന്നെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിക്കടക്കം തൊഴിലിടത്തിലുണ്ടായ മാനസിക പീഡനം അടക്കം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജോളിയുടെ കത്തിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തൊഴിലിടത്തിൽ വലിയ രീതിയിൽ മാനസിക പീഡനം തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് ആ കത്തിൽ ജോളി മധു ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളാണ് നിതിൻ സേവ്യർ നൽകിയത്.